ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഫ്യൂജി ഫിലിം X-S10 മിറർലെസ് ക്യാമറ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. 26.1 മെഗാ പിക്സൽ സെൻസറാണ് ഈ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറയുടെ വില വരുന്നത് 99,999 രൂപയാണ്. ആൻഡ്രോയിഡ് ടി വികളിലുള്ള യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിൽ 8K സ്ട്രീമിംഗ് സപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ജിയോ ഗെയിംസ് ക്ലാഷ് റോയൽ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നു. സൂപ്പർ സെല്ലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണിത്. നവംബർ 28 മുതൽ ഡിസംബർ 25 വരെയാണ് ടൂർണമെൻറ്റ്. 2.5 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്. പുറത്ത് രാജ്യങ്ങളിൽ നിന്നും വരുന്ന സോണി PS5-ന് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കില്ല എന്ന് സോണി അറിയിച്ചിരിക്കുകയാണ്. ഫോക്സ്കോൺ അവരുടെ കുറച്ച് ആപ്പിൾ ഐപാഡിൻ്റെയും മാക്ബുക്കിൻ്റെയും പ്രൊഡക്ഷൻ ചൈനയിൽ നിന്നും വിയറ്റ്നാമിലോട്ട് മാറ്റാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ചൈനീസ് പ്രോഡക്റ്റ് എന്ന റിസ്ക് ഒഴിവാക്കാനാണിത്. അടുത്ത കൊല്ലം മുതൽ ഗൂഗിൾ പേയുടെ വെബ്സൈറ്റ് വഴിയുള്ള പേയ്മെൻറ്റ് സംവിധാനം നിർത്തും എന്നാണ് റിപ്പോർട്ട്. പിന്നെ ഗൂഗിൾ പേ US-ൽ ഇപ്പോൾ ട്രാൻസ്ഫർ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. AMD Radeon RX 6800 XT എന്ന GPUവിൻ്റെ വില ഇന്ത്യയിൽ 64,990 രൂപയായിരിക്കും. ലോജിസ്റ്റിക് ഇഷ്യൂ കാരണം മൈക്രോമാക്സ് ഇൻ 1B എന്ന ഫോണിൻ്റെ സെയിൽ ഇന്ത്യയിൽ ഡിലേ ആയിരിക്കുകയാണ്. നവംബർ 26-നായിരുന്നു ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കേണ്ടിയിരുന്നത്. Akai 43 ഇഞ്ച് ഫുൾ HD ഫയർ TV എഡിഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ബിൽറ്റ് ഇൻ ഫയർ TV സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. ഗൂഗിൾ ഹാങ് ഔട്ടിലെ ഗ്രൂപ്പ് വീഡിയോ കോൾ എന്നുള്ള ഫീച്ചർ നിർത്തിയിരിക്കുകയാണ്. ഇപ്പം യൂസേഴ്സിനെ ഗൂഗിൾ മീറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യാണ്. സാംസങ് Odyssey G9, സാംസങ് Odyssey G7 എന്നീ കേർവ്ഡ് ഗെയിമിംഗ് മോണിറ്റർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 240 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Odyssey G9-ൽ 49 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. Odyssey G7-ൽ 27 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഒരു വെർഷനും 32 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. Odyssey G7-ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 49,000 രൂപയാണ്. പിന്നെ Odyssey G9-ൻ്റെ വില വരുന്നത് 1,99,000 രൂപയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10-ൽ അടുത്ത കൊല്ലം മുതൽ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ സപ്പോർട്ട് വരുമെന്നാണ് റിപ്പോർട്ട്. ആൻഡ്രോയിഡ് 12 മുതൽ ഫോൺ അപ്ഡേറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി ചെയ്യാം എന്നാണ് റിപ്പോർട്ട്. ഓപ്പോയുടെ കളറോയ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന 370 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഇപ്പം വേൾഡ് വൈഡ് ഉണ്ട് എന്നാണ് ഓപ്പോ അറിയിച്ചിരിക്കുന്നത്. ആപ്പിൾ iPhone 13-ൽ സെൽഫ് ഡെവലപ്ഡ് AIP-യും അതുപോലെ RF മോഡ്യൂളും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ നോക്കിയയുടെ ഫോണുകൾ ലാവ എന്ന ഇന്ത്യൻ കമ്പനി മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. സപ്ലൈയും ഇവർ തന്നെയായിരിക്കും നോക്കുക. പിന്നെ ഇതേ ഒരു ടൈപ്പ് ഡീലിന് വേണ്ടിയിട്ട് മോട്ടറോള എന്ന കമ്പനിയുമായിട്ടും ലാവ സംസാരിക്കുന്നുണ്ട്. നോക്കിയ 9.3 പ്യൂർവ്യൂ എന്ന ഫോണ് അടുത്ത കൊല്ലം ഫസ്റ്റ് ഹാഫിലെ ലോഞ്ച് ചെയ്യൂ എന്നാണ് റിപ്പോർട്ട്. അടുത്ത കൊല്ലം മുതൽ വരുന്ന ഐഫോണുകളിൽ പോർട്ടുകൾ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട്. 2021-ൽ വരുന്ന മാക്ബുക്കിൽ ഇൻ്റൽ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ ആപ്പിൾ സിലിക്കോൺ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. നോക്കിയയുടെ കേബിൾ എന്ന കോഡ് നെയിമിൽ വരുന്ന പുതിയൊരു ഫോണ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 100 പോയിൻറ്റും മൾട്ടി കോറിൽ 280 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ക്വാഡ് കോർ പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 2 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണ് ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും വരിക. സാംസങ് S21+ എന്ന ഫോണിന് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണ് Exynos 2100 എന്ന പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത. iPhone 12-ൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 27,500 രൂപയും iPhone 12 Proയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 30,000 രൂപയുമാണെന്നാണ് റിപ്പോർട്ട്. അടുത്ത് തന്നെ ലാൻഡ് ഫോണിൽ നിന്നും മൊബൈലിലോട്ട് കോൾ ചെയ്യുമ്പോൾ 0 കൂട്ടണം എന്നുള്ള നിയമം വരും. OnePlus നോഡിൻ്റെ DxOMarkൻ്റെ സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിന് ക്യാമറയുടെ കാര്യത്തിൽ 108 പോയിൻ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഹുവാവയുടെയും ഹോണറിൻ്റെയും മീഡിയാടെക്കിൻ്റെ Dimensity 1000+ എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷൻ എന്ന ലീക്സ്റ്ററാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാംസങ് Z Flip 3 എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 6.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ പുറത്തുള്ള ഡിസ്പ്ലേ സാംസങ് Z Flip 2 എന്ന ഫോണിനേക്കാളും 2 അല്ലെങ്കിൽ 3 ഇരട്ടി വലുതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3900 mAhൻ്റെ ബാറ്ററി വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ അൾട്രാ തിൻ ഗ്ലാസ് ആയിരിക്കും വരിക. വിവോ V21 സീരീസ് 2021 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവോ V21 സീരീസിൽ
വിവോ V21, വിവോ V21 Pro പിന്നെ വിവോ V21 SE ഇങ്ങനെ 3 ഫോണുകൾ വരാനാണ് സാധ്യത. നോക്കിയ 2.4 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 10,399 രൂപയാണ്. വിവോയുടെ വിവോ Y1s എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4030 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 7,990 രൂപയാണ്. സാംസങ് A32 5G എന്ന ഫോണിൻ്റെ കേസിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. മോട്ടോ G9 Power എന്ന ഫോൺ ഇന്ത്യയിൽ ഡിസംബറിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓപ്പോ A53 5G എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 16 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഈ ഫോൺ ഡിസംബർ 1 ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്. റെഡ്മി വാച്ച് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 1.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ വാച്ചിൻ്റെ വില വരുന്നത് ഏകദേശം 3000 രൂപയാണ്. റെഡ്മി നോട്ട് 9 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി നോട്ട് 9 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. റെഡ്മി നോട്ട് 9 Pro 5G, റെഡ്മി നോട്ട് 9 5G പിന്നെ റെഡ്മി നോട്ട് 9 4G. റെഡ്മി നോട്ട് 9 Pro 5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 108 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 4820 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ റെഡ്മി നോട്ട് 9 5G എന്ന ഫോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 14,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ റെഡ്മി നോട്ട് 9 4G എന്ന ഫോണിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. മോട്ടറോളയുടെ മോട്ടോ G5G എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. നവംബർ 30 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. സ്നാപ്ഡ്രാഗൺ 750G എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വില 20,000 രൂപയുടെയും അതുപോലെ തന്നെ 25,000 രൂപയുടെയും ഇടയിൽ വരാനാണ് സാധ്യത.